ലിജോ വർഗീസാണ് ഇന്ന് പ്രസ് സ്റ്റോപ്പിൽ നമുക്കിപ്പോൾ ഉള്ളത്. ലിജോ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഞായറാഴ്ചയാണെങ്കിലും ഇഷ്ടം പോലെ വാർത്തകളാണ് ദേശീയ അന്തർദേശീയ തലത്തിലും അതുപോലെ കേരളത്തിലും ഒക്കെയുള്ള വാർത്തകൾ നിറഞ്ഞിരിക്കുകയാണ് പത്രങ്ങളിലെല്ലാം. നമുക്ക് വളരെ വേഗത്തിൽ വാർത്തകൾ നോക്കിപ്പോവാം. ഏറ്റവും പ്രധാനമായി ഇന്നലെ ഉണ്ടായ ഒരു പ്രശ്നം ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വീണ്ടും തുടങ്ങുന്നു, അല്ലെങ്കിൽ അത് അവസാനിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ്. ഇന്ത്യക്കും രക്ഷയില്ല എന്നുള്ളതാണ്. ഹോർമൂസ് 2 ഇന്ത്യൻ കപ്പലുകളെ വെടിവെച്ച് ഇറാൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി വിശദീകരണം തേടി ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചു. ആശങ്ക അറിയിച്ച് ഇന്ത്യ. റഷ്യൻ എണ്ണയ്ക്ക് 1 മാസം കൂടി ഇളവ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അവസാനിക്കുന്നു എന്നിടത്ത് നിന്ന് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള ആശങ്കയിലാണ് യഥാർത്ഥത്തിൽ ഇന്ന് രാവിലെ നമ്മൾ ഓരോരുത്തരും ഉള്ളത് എന്നുള്ളതാണ്. സിറാജ് പത്രത്തിൽ അത് നടപടി ശക്തമാക്കി ഇറാൻ ഹോർമൂസ് കുരുക്ക് എന്നുള്ളതാണ്. തിങ്കളാഴ്ച ചർച്ചയ്ക്ക് സാധ്യത. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം എന്നുള്ളതുണ്ട്. ഇറാനെതിരെയുള്ള നാവിക ഉപരോധം തുടരുമെന്ന് US വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഹോർമൂസ് കടലിടുക്ക് ഇറാൻ വീണ്ടും അടച്ചത്. ഇസ്രായേൽ ലെബനൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്ക് 24 മണിക്കൂർ തികയും മുമ്പ് വീണ്ടും അടച്ചിടുകയായിരുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് മാതൃഭൂമി ഒരു പ്രധാനപ്പെട്ട വാർത്തയെ കൊടുക്കുന്നത്. ഒറ്റ ദിവസത്തെ ആയുസ് എന്നാണ് അതിനെ പറയുന്നത്. ഹോർമൂസ് വീണ്ടും അടയ്ക്കലിലേക്ക് നയിച്ച സംഭവ വികാസങ്ങൾ ഇങ്ങനെയാണ്. ഇറാന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നു. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നെന്ന് പ്രഖ്യാപിക്കുന്നു. ട്രംപിന്റെ ഭീഷണി ആണവ പദ്ധതി ഉപേക്ഷിക്കുന്നത് ഉൾപ്പെടെയുള്ള വ്യവസ്ഥകളോടുകൂടിയ കരാറിന് ഇറാൻ സമ്മതിക്കും വരെ ഹോർമൂസിൽ നാവിക ഉപരോധം തുടരുമെന്ന് ട്രംപ് പറയുന്നു. ഇറാന്റെ മറുപടി. ട്രംപിന്റെ പ്രസ്താവന കഴിഞ്ഞ ആഴ്ച നിലവിൽ വന്ന 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് എന്ന് ഇറാൻ ആരോപിക്കുന്നു. ഉടൻ തന്നെ ഹോർമൂസ് കടലിടുക്ക് ഉപരോധിക്കുന്നു. ആ തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് മാതൃഭൂമിയും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ ഉണ്ടായ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഒരു പ്രധാനപ്പെട്ട വാർത്തയായ എല്ലാ പത്രങ്ങളിലും ഇന്നുള്ളത്. അതിൻ്റെ ചിത്രങ്ങൾ സഹിതം ആ വാർത്തകളുണ്ട്. ചില ഹെഡ്ലൈനുകൾ വായിക്കുമ്പോൾ നമുക്ക് വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന ചില ഹെഡ്ലൈനുകൾ ഉള്ളതിലൊന്ന് മാതൃഭൂമിയാണ്. ഒരുമിച്ച് വന്നു കരയിച്ചു പോയി എന്നാണ് മാതൃഭൂമി ഇതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ചവർക്ക് അന്ത്യാഞ്ജലി ഉള്ളിലുണ്ട് എന്നൊരു ചിത്രം കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. അവർ എല്ലാവരും കൂടെ സ്കൂളിലേക്ക് അവസാനമായി ഒരുമിച്ച് വന്നു കരയിച്ചുകൊണ്ട് വിവിധ ഇടങ്ങളിലേക്ക് മടങ്ങി എന്നതാണ് മാതൃഭൂമി ഇന്ന് ഒന്നാമത്തെ പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നത്. മാധ്യമത്തിൽ അത് കുറെ കൂടി വലിപ്പത്തിൽ ആ വാർത്തയുണ്ട്. പാങ്ങില്ല കാണാൻ എന്നാണ് അതിൽ. പാങ് എന്ന സ്ഥലത്ത് ഇന്നലെ പാങ്ങിലുള്ള സ്കൂളിലേക്ക് വന്ന ആ അവസ്ഥ കാണാൻ, ആ ജീവനറ്റ മനുഷ്യരെ കാണാൻ പാങ്ങില്ലാത്ത മനുഷ്യർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. തലേ ദിവസം ചിരിച്ചിറങ്ങിയ പ്രിയപ്പെട്ടവർ തിരിച്ചുവരവില്ലാത്തൊരു ലോകത്തേക്ക് മടങ്ങിയപ്പോൾ പാങ്ങെന്ന മലപ്പുറം ഗ്രാമവും ഒപ്പം കേരളവും ഇടറി നിന്നു എന്നാണ് മാധ്യമത്തിൻ്റെ പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് അവർ അത് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ സുപ്രഭാതത്തിലും വളരെ നമുക്ക് ടച്ചിങ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈനാണ്. യാത്രാമൊഴി എന്ന് പറയുമ്പോൾ പോലും വാക്കടർന്ന് അക്ഷരത്തേങ്ങൽ എന്നാണ് അവരതിന് ടോപ്പിൽ ഹെഡ് ചെയ്തിരിക്കുന്നത്. അത്രത്തോളം വാക്കടർന്നു പോയി ഈ അക്ഷരത്തേങ്ങലിനിടയിൽ എന്ന് സുപ്രഭാതവും ആ വാർത്ത ഇന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തയെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ ഉണ്ടായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ രാജ്യത്തെ അഭിസംബോധന ചെയ്തിട്ടുള്ള പ്രസംഗമാണ്. അത് മെട്രോ വാർത്ത ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നടന്നത് ഭ്രൂണഹത്യ എന്നാണ് അതിനവർ ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. സ്ത്രീകളുടെ രോക്ഷത്തിൽ നിന്ന് പ്രതിപക്ഷ പാർട്ടികൾക്ക് രക്ഷപ്പെടാനാകില്ല. വനിതാ ബിൽ പ്രതിപക്ഷത്തിനെതിരെ പ്രധാനമന്ത്രി. മുഴുവൻ അമ്മമാരോടും മാപ്പ് ചോദിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം എന്നാണ് മെട്രോ വാർത്ത ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കേരള കൗമുദിയിലുമുണ്ട് പ്രതിപക്ഷത്തിന് സ്ത്രീ ശിക്ഷ കിട്ടും എന്നാണ് കേരള കൗമുദിയുടെ ഹെഡ്ലൈൻ. ഈ അപമാനം അവർ മറക്കില്ല എന്ന കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് കേരള കൗമുദി ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ജന്മഭൂമിയിലും ആ വാർത്തയുണ്ട്. അതിങ്ങനെയാണ്: സ്ത്രീ വിരുദ്ധതയ്ക്ക് മാപ്പില്ല എന്ന ഹെഡ്ലൈനാണ്. അമ്മമാരോടും സഹോദരിമാരോടും ക്ഷമ ചോദിക്കുന്നുവെന്ന് കേരള കൗമുദി പറയുന്നു. അതിനെ പൊളിറ്റിക്കലിയാണ് ജനയുഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിങ്ങനെയാണ്: കാപട്യത്തിൻ്റെ മാപ്പപേക്ഷ എന്നാണ് ജനയുഗം ഇന്ന് പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വനിതാ സംവരണത്തിൽ ഇരട്ടത്താപ്പ് പൊളിഞ്ഞതിൻ്റെ ജാള്യത മറയ്ക്കാനുള്ള നീക്കം, നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന ആരോപണം ശരിവെക്കുന്ന പരാമർശങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ്. DMK, TMC എന്നീ പേരുകൾ ആവർത്തിച്ച് 10-ലധികം തവണ പറഞ്ഞു. നടത്തിയത് പെരുമാറ്റച്ചട്ട ലംഘനവും അധികാര ദുർവിനിയോഗമാണെന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ജനയുഗത്തിൻ്റെ വാർത്തയുള്ളത്. ദേശാഭിമാനിയും അതിലെ തന്നെ പൊളിറ്റിക്കലി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. BJPയുടെ മണ്ഡല പുനർനിർണയ നീക്കം പാളി, തോറ്റിട്ടും നുണ എന്നാണ് ദേശാഭിമാനി അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്.
മറ്റ് ചില വാർത്തകൾ കൂടി നോക്കുകയാണെങ്കിൽ വീക്ഷണം പത്രത്തിൽ ഇന്നൊരു പ്രധാനപ്പെട്ട വാർത്ത ഇരുട്ടിലേക്ക് എന്നുള്ള ഹെഡ്ലൈനാണ്. ലോഡ് ഷെഡിംഗ് വരുന്നു, വൈദ്യുതി ഉപയോഗം സർവ്വകാല റെക്കോർഡിൽ, രാത്രി സമയത്ത് ആവശ്യം 300 മെഗാവാട്ട് കൂടി, സർചാർജ് വർദ്ധിച്ചേക്കും, പുറമേ നിന്നുള്ള വൈദ്യുതി വാങ്ങൽ കൂടും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇരുട്ടിലേക്ക് എന്ന ഒരു ഹെഡ്ലൈൻ കൊടുത്തുകൊണ്ട് വീക്ഷണം പത്രം അത്തരത്തിലൊരു വാർത്ത ഇന്ന് ഒന്നാമത്തെ പേജിൽ തന്നെ റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. ചന്ദ്രികയിലേക്ക് വന്നാൽ മറ്റൊരു വാർത്തയാണ് ഒരു പ്രധാനപ്പെട്ട വാർത്തയായി, അത് മറ്റു വാർത്തകളുണ്ട് ആ കൂട്ടത്തിൽ. മായാതെ വിള്ളൽ, അപഹാസ്യനായി മന്ത്രി എന്നതാണ് അവർ പറയുന്നത്. ഇന്നലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പിലെ വീട്ടിലെ വിള്ളലുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് മായാതെ വിള്ളൽ എന്നാണ് അവർ അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. ജനയുഗം അതിന് വയനാട് ടൗൺഷിപ്പിലെ വീടുകൾക്ക് വിള്ളലില്ല, വാർത്ത അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി രാജൻ, ദുരിതബാധിതർക്കുള്ള ധനസഹായം നിലച്ചെന്ന പ്രചാരണവും തെറ്റ് എന്ന വാർത്ത ജനയുഗവും ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. ദേശാഭിമാനിയിൽ മറ്റൊരു വാർത്തയുള്ള തൊഴിൽ കോഡുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPIM നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയെ പ്രധാനമന്ത്രിക്ക് കത്തയച്ച MA ബേബി, നോയിഡയിൽ കസ്റ്റഡിയിലെടുത്ത നിരപരാധികളായ തൊഴിലാളികളെ ഉടൻ വിട്ടയക്കണമെന്ന്. ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ആരും പറയാത്ത തരത്തിൽ ഈ തൊഴിൽ കോഡുമായി ബന്ധപ്പെട്ട വാർത്ത മറ്റ് പത്രങ്ങളിലൊന്നും തന്നെ നമുക്കത് കാണാൻ കഴിയില്ല എന്നുള്ളതും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. മറ്റൊരു വാർത്ത കൂടിയുണ്ട്, അത് മാതൃഭൂമിയിലാണ്. മാതൃഭൂമിയിൽ അതൊരു കൗതുകമുള്ള വാർത്തയാണ്. സഫലമായൊരു ജാമ്യാപേക്ഷ എന്നാണ്. സാധാരണ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിന് അവസരമുണ്ട്. അങ്ങനെ ഒരു ആ അവസരത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയ ഒരു പ്രതിയുടെ കഥയാണിത്. അത് ഇങ്ങനെയാണ്. 90-ാം നാൾ സ്വാഭാവിക ജാമ്യം എന്ന നിയമം ഉപയോഗപ്പെടുത്തി പ്രതിയുടെ അഭിഭാഷകർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് 89 ദിവസം പിന്നിട്ട് 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, അതായത് പാതിരാത്രി 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ഉള്ളപ്പോൾ ഓൺലൈനായി ജാമ്യാപേക്ഷ നൽകി. രാവിലെ 11 മണിക്ക് നേരിട്ടുള്ള ഫയലും നൽകി. പോലീസ് ഉച്ചയ്ക്ക് 12 മണിക്കാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സ്വാഭാവികമായി ജാമ്യം ലഭിച്ചു. അതും ഒരു കൊടും കുറ്റവാളിയാണ്. അതായത് വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി അതിരപ്പള്ളിയിലെ റിസോർട്ടിൽ യുവതിയെ പീഡിപ്പിച്ച കേസിൽ 1-ാം പ്രതിയുമായിട്ടുള്ള ഗുണ്ടാ നേതാവായിട്ടുള്ള കൊടകര റഷീദ് എന്ന ആൾക്കാണ് അഭിഭാഷകർ ഇത്തരത്തിൽ വളരെ ക്ലിനിക്കൽ പെർഫെക്ഷനോടുകൂടി ജാമ്യാപേക്ഷ നൽകി ജാമ്യം മേടിച്ചു കൊടുത്തത് എന്നുള്ള വാർത്ത ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് മാതൃഭൂമിയിൽ 1-ാം പേജിൽ നമുക്ക് കാണാൻ കഴിയും. എഡിറ്റോറിയൽ കൂടി വായിച്ച് അവസാനിപ്പിക്കുകയാണ്. അത് ഇന്ന് സുപ്രഭാതത്തിലെ എഡിറ്റോറിയലാണ്. അത് സുശാസൻ ബാബു മുതൽ പൾട്ടുറാം വരെ എന്ന നിതീഷ് കുമാറിനെ കുറിച്ചുള്ള വാർത്തയാണ്. ഒരു വശത്ത് വികസനവും ഭരണക്ഷമതയും കൊണ്ട് അംഗീകരിക്കപ്പെടുകയും മറുവശത്ത് പൊടുന്നനെയുള്ള കൂറുമാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന വിരോധാഭാസമായിരുന്നു രാഷ്ട്രീയ നിതീഷിൻ്റെ ജീവിതം. സ്ഥിരതയില്ലാത്ത നിലപാട് അദ്ദേഹത്തെ പൾട്ടുറാം എന്ന പേര് നൽകി. BJPയുടെ വർഗീയ രാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ടിരിക്കെ 96-ൽ BJPയുമായി സഖ്യമുണ്ടാക്കി. അങ്ങനെ പലതരത്തിൽ സഖ്യം ചേർന്ന ഒരാളെക്കുറിച്ച് അദ്ദേഹം മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞതുമായി ബന്ധപ്പെട്ട് ആണ് സുപ്രഭാതത്തിൽ ഇന്ന് വ്യക്തിവിചാരം എന്ന പേരിൽ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ നിരവധി വാർത്തകളുണ്ട്. ഇനി നമുക്കും ഒരുപാട് വാർത്തകളുള്ളതാണ്. തിരിച്ച് സേതുവിലേക്ക്. ഓക്കെ ലിജോ, ശരി.